അപ്പോ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങണം. അതിന് ഒരു ESP32 ബോർഡ് വേണം. പക്ഷേ ഏതെടുക്കും? 100 കണക്കിന് ഓപ്ഷൻസ് കാണുമ്പോൾ ആകെ കൺഫ്യൂഷനാകും അല്ലേ? വിഷമിക്കേണ്ട. ഈ വലിയ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ ആവശ്യത്തിന് ഏറ്റവും പെർഫെക്റ്റായ ബോർഡ് എങ്ങനെ ഈസിയായി കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡിജിക്കി എന്ന് പറയുന്ന ഒരൊറ്റ സപ്ലയറുടെ വെബ്സൈറ്റിൽ മാത്രം 248-ൽ കൂടുതൽ ESP32 ഡെവലപ്മെന്റ് ബോർഡുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ തലവേദന തുടങ്ങുന്നത്. അപ്പോൾ ശരിയാണ്. ഇത്രയും ഓപ്ഷൻസ് കാണുമ്പോൾ എവിടുന്ന് തുടങ്ങണം, എങ്ങോട്ട് പോകണം എന്നൊന്നും ഒരു ഐഡിയയും കിട്ടില്ല. പക്ഷെ പേടിക്കേണ്ട, ഈ ഒരു വലിയ കാട്ടിൽ നിന്ന് ശരിയായ വഴി കണ്ടെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചോദ്യം: എങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്? ഒരൊറ്റ ചിപ്പായിട്ട് തുടങ്ങിയ ESP32 എങ്ങനെയാണ് ഇത്രയും വലിയ ഓപ്ഷനുകളുടെ ഒരു കടലായി മാറിയത്? നമുക്ക് പെട്ടെന്നൊന്നതിൻ്റെ കഥ കേട്ട് നോക്കാം. ശരിക്കും ഇതിൻ്റെയൊക്കെ തുടക്കം 2014 ഇറങ്ങിയ ESP8266 എന്ന ഒരു കുഞ്ഞൻ വൈഫൈ ചിപ്പിൽ നിന്നായിരുന്നു. പക്ഷേ ആളുകൾ പെട്ടെന്നൊരു കാര്യം മനസ്സിലാക്കി: ഇത് വെറുമൊരു വൈഫൈ ചിപ്പല്ല, ഇതിനെ ഒരു മൈക്രോ കൺട്രോളറായിട്ടും ഉപയോഗിക്കാമെന്ന്. അതിനുശേഷം വന്ന ESP32 ആണെങ്കിൽ കുറച്ചുകൂടി പവർഫുള്ളായിരുന്നു. വൈഫൈ, ബ്ലൂടൂത്ത് എല്ലാം കൂടി ഒരു ഒന്നൊന്നര കോംബോ. ഈയൊരു പോപ്പുലാരിറ്റിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ 100 കണക്കിന് ബോർഡുകളിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ശരി, 100 കണക്കിന് ബോർഡുകളുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഇതിനിടയിൽ വഴി തെറ്റാതിരിക്കാൻ ഒരു സൂത്രപ്പണിയുണ്ട്. എന്താണെന്നറിയാമോ? ഓരോ ബോർഡിൻ്റെയും പുറകെ പോയി തല പുകയ്ക്കേണ്ട. പകരം ആ ബോർഡിൻ്റെ തലച്ചോറ്, അതായത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചിപ്പ് ഏത് സീരീസാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സത്യം പറഞ്ഞാൽ ഇതറിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു. ഈ ടേബിളിലേക്ക് നോക്കിക്കേ. ഒറിജിനൽ ESP32 ഒരു ഓൾറൗണ്ടറാണ്. മിക്കവാറും നമ്മുടെ സാധാരണ പ്രോജക്റ്റുകൾക്കെല്ലാം അത് ധാരാളം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ പവർ വേണമെന്ന് വെക്കുക. ചിലപ്പോൾ ഒരു ക്യാമറ വെച്ച് എന്തെങ്കിലും ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാനാണെങ്കിൽ അപ്പോൾ S സീരീസ് ആണ് ബെസ്റ്റ്. പിന്നെ C സീരീസ്, അത് പവർ വളരെ കുറച്ചുപയോഗിക്കുന്ന സ്മാർട്ട് ഹോം ഡിവൈസുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ മാറ്റർ, ത്രെഡ് പോലുള്ള പുതിയ പ്രോട്ടോക്കോളൊക്കെ സപ്പോർട്ട് ചെയ്യും. അവസാനം H സീരീസ്, അത് ബാറ്ററിയിൽ വർഷങ്ങളോളം പ്രവർത്തിക്കേണ്ട കുഞ്ഞൻ സെൻസറുകളില്ലേ, അതിനു വേണ്ടിയുള്ളതാണ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല കേട്ടോ. ESP32ന്റെ ഭാവി ഇതിലും വലുതാണ്. വൈഫൈ 6 സപ്പോർട്ടുള്ള C5 വരുന്നുണ്ട്. അതായത് കൂടുതൽ സ്പീഡും കുറഞ്ഞ ലേറ്റൻസിയും. പിന്നെ C61, ഇത് നിങ്ങളുടെ സ്മാർട്ട് ഡിവൈസുകൾക്ക് ആപ്പിളിൻ്റെയും ഗൂഗിളിൻ്റെയും ഡിവൈസുകളുമായിട്ടൊക്കെ ഈസിയായിട്ട് സംസാരിക്കാൻ സഹായിക്കും. റേഡിയോ ഒന്നുമില്ലാത്ത ഹൈ പെർഫോമൻസ് ടാസ്കുകൾക്ക് മാത്രമുള്ള P4. ചുരുക്കി പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം റോക്കറ്റ് വേഗത്തിലാണ് വളരുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ചിപ്പ് സീരീസാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലേ? ഇനി നമുക്ക് കടയിലേക്ക് പോകാം. അതായത് നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ട കറക്റ്റ് ബോർഡ് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം. ESP32 ശരിക്കും പറഞ്ഞാൽ 3 രൂപത്തിൽ കിട്ടും. SoC, അതായത് സിസ്റ്റം ഓൺ എ ചിപ്പ്. ഇത് വലിയ കമ്പനികൾ ആയിരക്കണക്കിന് പ്രോഡക്റ്റ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന റോ ചിപ്പാണ്. പിന്നെ മൊഡ്യൂൾ, അത് സർട്ടിഫിക്കേഷനൊക്കെയുള്ള ഒരു ചെറിയ ബോർഡാണ്. പക്ഷേ നമ്മളെപ്പോലെയുള്ള ഹോബിയിസ്റ്റുകളും മേക്കേഴ്സും കൂടുതലും ഉപയോഗിക്കാൻ പോകുന്നത് ഡെവ് കിറ്റുകളാണ്. അതിൽ നമുക്ക് പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ട USB പോർട്ടും മറ്റ് അത്യാവശ്യ സാധനങ്ങളും എല്ലാം റെഡി ടു യൂസ് ആയിട്ടുണ്ടാവും. ഒരു ബോർഡ് വാങ്ങാൻ പോകുമ്പോൾ ഈ കാര്യങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. 1, ഇതിന്റെ വലിപ്പം. ബ്രെഡ് ബോർഡിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാനാണോ അതോ ഒരു കുഞ്ഞൻ പെട്ടിക്കുള്ളിൽ വെക്കാനാണോ? 2, നിങ്ങൾക്ക് സ്ക്രീനോ ക്യാമറയോ പോലുള്ള എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങൾ ബോർഡിൽ തന്നെ വേണോ? 3, ആന്റിന. സാധാരണ ഉപയോഗത്തിന് ബോർഡിലുള്ള ആന്റിന മതിയാവും. പക്ഷേ കൂടുതൽ റേഞ്ച് വേണമെങ്കിൽ പുറത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആന്റിനയുള്ള ബോർഡ് നോക്കണം. 4, പവർ. ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ? എങ്കിൽ ലിപ്പോ ബാറ്ററി കണക്ടറും ചാർജിംഗ് സർക്യൂട്ടും ബോർഡിൽ തന്നെ ഉണ്ടെന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്യുമെന്റേഷൻ. നിങ്ങൾക്ക് സംശയം വരുമ്പോൾ ചോദിക്കാനും പഠിക്കാനും നല്ലൊരു കമ്മ്യൂണിറ്റിയും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഗൈഡുകളും ആ ബോർഡിനുണ്ടോ? ഈ കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. ഒരു ബോർഡിനു വേണ്ടി പൈസ മുടക്കുന്നതിന് മുൻപ് അതിൻ്റെ വെബ്സൈറ്റിൽ പോയി ഡോക്യുമെന്റേഷൻ ഒന്ന് ഓടിച്ചു നോക്കുക. അവർ തന്നിട്ടുള്ള എക്സാമ്പിൾ കോഡൊക്കെ എത്ര പഴയതാണെന്ന് നോക്കുക. ഈ ഒരു ചെറിയ കാര്യം ഭാവിയിലുണ്ടാകാൻ പോകുന്ന ഒരുപാട് തലവേദനയിൽ നിന്നും നിങ്ങളുടെ സമയനഷ്ടത്തിൽ നിന്നും രക്ഷിക്കും. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസാണ്. അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ആലോചിച്ച് നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ട ഏറ്റവും മികച്ച ബോർഡ് തിരഞ്ഞെടുത്തു. ഇനി ഏറ്റവും രസമുള്ള ഭാഗത്തേക്ക് കടക്കാം. ഇതിനെ ഒന്ന് സംസാരിപ്പിക്കണ്ടേ? അതായത് ഇതിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്ന് നോക്കാം. പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് മുന്നിൽ 2 പ്രധാന വഴികളാണുള്ളത്. ഒന്ന്, C++. നിങ്ങൾക്ക് ഏറ്റവും കൂടിയ പെർഫോമൻസ് വേണമെങ്കിൽ C++ ആണ് വഴി. ആർഡ്വിനോ IDE ഉപയോഗിച്ച് തുടങ്ങുന്നത് വളരെ എളുപ്പമാണ്. ഇനി നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐഡിയ പെട്ടെന്ന് വർക്കൗട്ട് ആകുമോ എന്ന് നോക്കാനാണെങ്കിൽ പൈത്തൺ ആണ് ഏറ്റവും നല്ലത്. അതിനായി മൈക്രോ പൈത്തൺ അല്ലെങ്കിൽ സർക്യൂട്ട് പൈത്തൺ ഉപയോഗിക്കാം. അയ്യോ, ഒരു മിനിറ്റ്,
ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ വാങ്ങുന്നത് C6 അല്ലെങ്കിൽ S3 പോലുള്ള ലേറ്റസ്റ്റ് ESP32 ബോർഡാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ സാധാരണ ആർഡ്വിനോ IDE സെറ്റപ്പ് അതിൽ വർക്കാവില്ല. അതിന് പുതിയ ബോർഡ്സ് മാനേജർ 3.0 തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടിവരും. അത് ചെയ്യാനായിട്ട് അധികം പണിയൊന്നുമില്ല. ആദ്യം ആർഡ്വിനോ IDEയിൽ ഫയലിൽ പ്രിഫറൻസസ് എടുക്കുക. അവിടെ അഡീഷണൽ ബോർഡ് മാനേജർ URLs എന്ന് കാണുന്നിടത്ത് പുതിയ URL പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ID ഒന്ന് അടച്ചു തുറന്നാൽ മതി. അപ്പോൾ തന്നെ പുതിയ ബോർഡുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ക്ലിക്ക് ചെയ്യുക, കഴിഞ്ഞു. അങ്ങനെ 100 കണക്കിന് ബോർഡുകളുള്ള ഒരു വലിയ കടലിൽ നിന്ന് തുടങ്ങി നമ്മുടെ പ്രോജക്റ്റിന് വേണ്ട ഒരെണ്ണം എങ്ങനെ ചൂണ്ടിയെടുക്കാമെന്ന് നമ്മൾ പഠിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിന്റെ ശക്തിയും സാധ്യതകളും വളരെ വലുതാണ്. Wi-Fi 6, ത്രെഡ്, മാറ്റർ, അങ്ങനെ IoTയുടെ ഭാവിക്കു വേണ്ട എല്ലാ ടെക്നോളജിയുമായി ESP32 റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ചോദ്യമിതാണ്, ഇത്രയും പവർഫുള്ളായ, എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഈയൊരു ടൂള് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ അടുത്തതായി എന്ത് നിർമ്മിക്കും?